ഹായ് ഫ്രണ്ട്സ്, once again വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്സ് മീറ്റിംഗ് വർഗീസ് ഫ്രം മാവിലേക്ക്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഒരു പോളിംഗ് നടത്തിയാണ് ഒരു ഡെലിവറി പാർട്ട്നേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കണോ വേണ്ടയോ എന്നുള്ളത് തന്നെ. ഒരുപാട് പേര്, ഒരു 80% ആൾക്കാരോളം വേണം വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ഇട്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ തയ്യാറാക്കണമെന്ന് അതിലുപരി വ്യക്തമായിട്ട് ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ചെറുതായിട്ടുള്ള എന്തുണ്ടായിരിക്കും, നിങ്ങൾ ദയവായിട്ടൊന്ന് ക്ഷമിക്കും. ആദ്യമായിട്ട് തന്നെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഞാൻ ഇതിനെ തിരിച്ചിട്ടുണ്ട്. രണ്ട് ഡിപ്പാർട്ട്മെന്റിലായിട്ടുള്ള ഡെലിവറി പാർട്ട്നേഴ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നും നമ്മുടെ മുന്നിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഇ കൊമേഴ്സ് സാധനങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിക്കുന്ന ഡെലിവറി പാർട്ട്നേഴ്സ്. രണ്ടാമതായിട്ട് സൊമാറ്റോ, സ്വിഗ്ഗി പോലത്തുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മുടെ മുന്നിൽ എത്തിക്കുന്ന ഫുഡ് ഡെലിവറി ആപ്പിന്റെ പാർട്ണർമാർ. ഓക്കെ, പാർട്ണർമാർ എന്ന് പറഞ്ഞ പോലെ ഡെലിവറി പാർട്ണർമാർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫുഡ് ഡെലിവറി ആപ്പായിട്ടുള്ള കേരളത്തിൽ ടോപ്പായിട്ട് നിൽക്കുന്ന സ്വിഗ്ഗി സൊമാറ്റോയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സ്വിഗ്ഗി സൊമാറ്റോയിലോട്ട് നമുക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇവർക്ക് കേരളത്തിൽ ഞാൻ പഠിച്ച രീതി വെച്ച് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ പ്രധാനമായിട്ട് രണ്ട് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഇവർക്ക് നല്ല രീതിയിൽ റൺ ആവുന്നത്. ഒന്ന് കൊച്ചിയിലും, പിന്നെ രണ്ട് ട്രിവാൻഡ്രത്തുമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അവർ ജസ്റ്റ് പേരിന് വേണ്ടി മാത്രം, പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ഇട്ടേക്കുന്നതാണ്. ഓക്കെ, ഡെലിവറി പാർട്ട്ണറിന്റെ ഇഷ്യൂവിലോട്ട് നമ്മൾ എടുക്കുകയാണെന്ന് പറഞ്ഞാലും, ഇപ്പം ഈ ഫുഡ് ഡെലിവറി, അത് സ്വിഗ്ഗി ആയിക്കോട്ടെ സൊമാറ്റോ ആയിക്കോട്ടെ, ഒരു സോൺ എന്നാണ് പറയുന്നത്. അതായത് ഓരോ ഏരിയ എന്ന് പറയുന്നത്, നമ്മുടെ മലയാളത്തെ ഏരിയ എന്ന് പറയുന്നതിന് ഓരോ സോൺ എന്നാണ് പറയുന്നത്. ഇതിപ്പം എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ റൈഡർ എന്നാണ് പറയുന്നത്, ഡെലിവറി പാർട്ട്ണറിനെ റൈഡർ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം വരുന്ന ടൈമിൽ ആദ്യ കാലഘട്ടങ്ങളിൽ 1 കിലോമീറ്ററിന് 20 രൂപ, 1 കിലോമീറ്റർ എന്നല്ല, ഒരു 2 കിലോമീറ്ററിനൊക്കെ 20 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്തും പിന്നീട് അത് കിലോമീറ്റർ കൂട്ടിയിട്ട് 20 രൂപ കൂട്ടി കൊടുക്കേണ്ടതിന് പകരം വെട്ടിച്ചുരുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന് പുറമെ ഇൻസെന്റീവും മറ്റനവധി മെഡിക്കൽ ആനുകൂല്യങ്ങളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ പലർക്കും ഈ മെഡിക്കൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നത് വളരെ വലുതായിട്ടുള്ള ഒരു സത്യം തന്നെയാണ്. ഞാൻ പലരുടെ മുന്നിൽ അന്വേഷിച്ചപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ മെഡിക്കൽ ആനുകൂല്യം മാത്രം കിട്ടിയിട്ടുള്ളത്. ഈ ഡെലിവറി പാർട്ട്നേഴ്സിനെ നമ്മൾ സ്വിഗ്ഗി സൊമാറ്റോ പോലത്തുള്ള ആൾക്കാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിന് താരമുള്ള ആൾക്കാരെ ആയിരിക്കും. അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ടിയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാല്, ഈ ഡെലിവറി പാർട്ട്നേഴ്സ്, അതായത് സ്വിഗ്ഗി സൊമാറ്റോ പോലെ എന്ന് പറഞ്ഞാൽ ഇതിനൊരു അഡിക്റ്റ് ആയിട്ട് പോകും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ആൽക്കഹോളിക് അല്ലെങ്കിൽ അതിനൊക്കെ അഡിക്റ്റ് ആവുന്നതിന്റെ കൂട്ടി ഇതിന് അഡിക്റ്റ് ആയിട്ട് പോകും ഒരുപാട് പേര്. എനിക്ക് ഇപ്പോഴും അറിയാം കുറച്ച് പേരൊക്കെ എന്ന് പറഞ്ഞാൽ അഡിക്റ്റ് ആയിട്ട് കിടക്കുന്നത്. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞെങ്കിൽ, നീ വേണമെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ വേണമെങ്കിൽ ലജിക്ക് ബുക്ക് ചെയ്തിട്ട് അന്ന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മളെ കമാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുകളിൽ ഒരു ഇത് പറയാനോ ആരുമില്ല. വേണമെങ്കിൽ ഇറങ്ങിയാൽ മതി. പക്ഷെ ഇതിനെ ഒരു ഫുൾ ടൈം ജോബായിട്ട് കണക്കാക്കുന്നവരും ഉണ്ട്. പക്ഷെ ഫുൾ ടൈം ജോബായിട്ട് കണക്കാക്കുന്നവർക്ക് പോലും വ്യക്തമായിട്ടുള്ള ഇൻസെന്റീവോ കാര്യങ്ങളോ ഒന്നും പലർക്കും കൊടുക്കുന്നില്ല. ഇതിന്റെ പേര് ഇവരൊരു അസംഘടിത മേഖല കൂടിയാണ്. ഇതിന്റെ പേര് പലയിടത്തും സ്ട്രൈക്കിങ് കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും കിട്ടുന്നില്ല. സ്പെഷ്യലി സ്വിഗ്ഗി എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ഉടായ്പ ഉണ്ടാക്കുന്നത്. ഉടായ്പ എന്ന് തന്നെ പറയാം. പിന്നെ സൊമാറ്റോ അതിലുപരി ഇച്ചിരി കൂടെ താഴ്ന്ന ഇതാണ്, നല്ല രീതികൾ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഈ എല്ലാ ഡെലിവറി സ്വിഗ്ഗി ആയിക്കോട്ടെ സൊമാറ്റോ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ആദ്യകാലത്തെ, ഇപ്പൊ ഒരു റൈഡർ അവരുടെ മുന്നിൽ വരുവാണെങ്കിലും ആദ്യകാലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഈ റൈഡറിന് നല്ല രീതി ഓർഡേഴ്സ് ഒക്കെ കൊടുക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച്. അത് കണ്ടിട്ട് അതിൽ ആകൃഷ്ടനായിട്ട് അവൻ പിന്നെയും വന്നുകൊണ്ടിരിക്കും. പിന്നെ അവൻ പോലും അറിയാതെ കിലോമീറ്റർ കൂട്ടിയിട്ടുള്ള ഓർഡർ കൊടുക്കും. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള, അതായത് ഒരു ഷോപ്പിൽ നിന്നും
10 കിലോമീറ്റർ അപ്പുറത്തുള്ള കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് 100-120 രൂപ ആദ്യ കാലഘട്ടങ്ങളിൽ വാങ്ങിക്കുന്നതെങ്കിലും അല്ല ഡെലിവറി പാർട്ണറിന് കിട്ടുന്നതെങ്കിലും പിന്നീട് അത് 80 രൂപയായിട്ട് ചുരുങ്ങും. അങ്ങനെ ചുരുങ്ങിയ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ വെക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതുപോലുള്ള നിനക്ക് വേണമെങ്കിൽ വന്നാൽ മതി എന്നുള്ള നിലപാടിലോട്ട് ആവും. പക്ഷെ വേണമെങ്കിൽ വന്നാൽ മതി എന്ന നിലപാടിലോട്ട് വരുമ്പോഴത്തേക്കും പലരും ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഒരുപാട് പേര് ഇതിന് പുറകെ ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലോട്ട് പോകും. അതാണ് പ്രധാന പ്രശ്നം. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അസൽ ഇവരെ കുറിച്ച് സംസാരിക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ മുന്നിട്ടിറങ്ങാനോ ആൾക്കാരും ഇല്ല. പിന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാലും നമുക്ക് തോന്നുമ്പം ഇതിന്റെ നെഗറ്റീവ് അത് തന്നെയാണ്. നമുക്ക് തോന്നുമ്പോൾ മാത്രം പോയാൽ മതി, തോന്നുമ്പോൾ മാത്രം ചെന്നാൽ മതി, അല്ലെങ്കിൽ അതനുസരിച്ച് ജിക്ക് ബുക്ക് ചെയ്താൽ മതി. അങ്ങനെ ഒരു ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കാണുന്നില്ല. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇ കൊമേഴ്സ് സാധനങ്ങളിലോട്ട് പോകും. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഡെലിവറി അടക്കമുള്ള അവറ്റകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവറ്റകളൊന്നല്ല, അവിടുത്തെ ഡെലിവറി ബോയ്സിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ അവസ്ഥ സംസാരിക്കുമ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പലരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത് വ്യക്തമായിട്ട് ഉള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് പലയിടത്തും എന്ന് പറഞ്ഞാൽ ഇ കൊമേഴ്സ് സംവിധാനങ്ങളിൽ നിന്ന് പറഞ്ഞാൽ പീസ് പെർ കണക്കാക്കുന്നത്. അതായത് ഒരു പീസിന് 15 രൂപ അല്ലെങ്കിൽ 18 രൂപ. ഇപ്പോഴും അത് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പെട്രോളിന് മിനിമം 1 ലിറ്റർ പെട്രോളിന് ഐ തിങ്ക് 107 രൂപ. അതാ 107 രൂപയാണ് പെട്രോളിന്. ഈ ഒരു പീസിനും അല്ലെ 2 പീസിനും 60 പീസ് കൊടുത്തോണ്ടാണ് ആൾക്കാർ പോകുന്നത്. അപ്പൊ അവർക്ക് ഉണ്ടാവുന്ന കാര്യം എമൗണ്ട് മാത്രമേ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് മാത്രമേ ചിന്തിക്കുന്നു. ബെനിഫിറ്റ് എന്ന് പറയാം വണ്ടികളുടെ തേയ്മാനം, പിന്നെ അതിലുപരി അപകട സാധ്യത, ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളിൽ അവര് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവര് മിക്കവാറും വരുന്ന ആക്റ്റീവ അല്ലെങ്കിൽ ഈ പറയുന്ന ബൈക്കുകളിലൊക്കെ ആയിരിക്കും. മിക്കവാറും എന്നല്ല, ഭൂരിഭാഗം ആൾക്കാർ വരുന്നത്. പക്ഷെ വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് അവർ വരുന്നത്. കാരണം ആക്റ്റീവ ആണെങ്കിൽ അതിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ചാക്ക് നിറയെ സാധനങ്ങൾ, സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു മിനി ടെമ്പോ പോലത്തുള്ള ഐറ്റങ്ങൾ കൊടുത്തു വിടാനുള്ളതുണ്ട്. പക്ഷെ പലരും അന്നന്ന് ചെലവിന് വേണ്ടി വരുന്നവരായിരിക്കും. അവരെ ചൂഷണം ചെയ്യുന്നു. ചൂഷണം എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ പറയുന്ന ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻ ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഈ പറയുന്ന വിഭാഗത്തിന് അധികം ലീവ് ഒന്നും കിട്ടത്തില്ല. ലീവ് എമർജൻസി ആണെങ്കിൽ വേണ്ടി മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതുവരെയുള്ള പഠനങ്ങൾ വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളും അതിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻ സമാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പലരും വണ്ടിയുടെ തേയ്മാനം നോക്കുന്നില്ല. അതൊന്നാമത്തെ കാര്യം. വണ്ടിക്കുണ്ടാവുന്ന ഇപ്പം 1000 രൂപ കിട്ടിയെന്നിരിക്കട്ടെ, ഒരു ദിവസത്തെ എമൗണ്ട് ആയിട്ട് 1000 രൂപ. അതിനകത്ത് 200-300 രൂപ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്രോളിന് പോകും. 200-300 മാക്സിമം എന്തൊക്കെയായാലും. പിന്നെ ബാക്കി വരുന്ന 700 രൂപ മാത്രമേ ഉള്ളൂ അവര് ബാലൻസ് ആയിട്ട് വെക്കുന്നത്. പക്ഷെ അതിനകത്ത് വണ്ടിയുടെ തേയ്മാനം കൂട്ടുന്നില്ല. വണ്ടിയുടെ തേയ്മാനം കൂടെ മൈനസ് ചെയ്യുവാണെങ്കിൽ ഒരു 500 രൂപ എങ്കിലും കിട്ടുന്നുള്ളൂ. 12 മണിക്ക് മോർ ദാൻ ദാറ്റ് അതിനപ്പുറം ഓടിയിട്ട് ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അതാണ്. ഇവരെ ഈ ഒരു അവസ്ഥയെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്ന ആദ്യം തന്നെ ഇല്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പല കോർപ്പറേറ്റ് കമ്പനികളും ഇവിടെ വന്ന് വിളയാടുന്നത്. ഓക്കെ, എനിവേ മീ ടിനു വർഗീസ് ഫ്രം ടി ബ്ലോഗ്സ്. ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞോട്ടെ, ഇത് ഞാൻ ചുമ്മാ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന് എന്റെ അനുഭവങ്ങൾ, 2 അതിലുപരി ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ അനുഭവങ്ങൾ.
ഇപ്പൊ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഞാൻ അടക്കമുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം അതിനകത്ത് ഓടാ ഇടിയ എന്നൊന്നും പറയുന്നില്ല. കാരണം എല്ലാവരുടെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ ഞാൻ തന്നെയല്ലേ. അപ്പൊ ഓക്കെ, വൈൻഡപ്പ് ചെയ്യുന്നു.